ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെയും സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോണു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും ചോറും കറിയും എല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറും കുറവായിരുന്നു, കറികളും ഒക്കെ കുറവ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ ദിവസമായിട്ടോ മീൻ കിട്ടിയിട്ട്. മീൻ കിട്ടായിട്ടല്ല, വാങ്ങായിട്ടാണ്. നല്ല വിലയാണ് കേട്ടോ മീനിന്. മത്തിക്കൊക്കെ കൊടുക്കണം 200 രൂപയൊക്കെ. അപ്പോൾ പിന്നെ മീനേ വാങ്ങലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മ കുറച്ച് മത്തൻ്റെ ഇലയൊക്കെ നുള്ളി കൊടുന്നിരുന്നു, അതൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോറിൻ്റെ കുറവുണ്ടായിരുന്നു. അല്ല, വൈകുന്നേരം കഞ്ഞിയാണ് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ഏട്ടനും കഞ്ഞിയാണ്. ചോറ് കുറച്ചുണ്ട് മക്കൾക്കുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ച് കഞ്ഞിയും കൂടി വെച്ചു കേട്ടോ. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അനുമോളിതാ വൈകുന്നേരം വിളക്ക് വെക്കാനായിട്ട് അടിച്ചു വാരുകയൊക്കെയാണ് ചെയ്യണത്. പഠിച്ചുകാരിലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓക്ക് മേലെഴുകാൻ. അപ്പം ഇന്ന് എന്തായാലും അകത്തേക്ക് കയറാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. ഓള് സ്കൂൾ വിട്ട് വന്ന് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറുമ്പോഴത്തേന് കുറച്ച് നേരമാവും. അപ്പോൾ പിന്നെ അമ്മ വിളക്ക് വയ്ക്കും കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് പഴഞ്ചക്ക കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ചക്ക വേവിച്ചത് കണ്ടപ്പോൾ എന്നോട് കുറുമ്പ് കേട്ടാണ് കേട്ടോ. ചക്ക വറുത്ത് തരൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ ഇനി ഒരു ദിവസം ചക്ക വറുത്ത് കൊടുക്കണം. എല്ലാ പ്രാവശ്യവും ഞാൻ വറുത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തൻ്റെ ഇലയും വെണ്ടയ്ക്കയാണ് വെക്കുന്നത് കേട്ടോ. പണ്ടത്തെ കറിയാണ്. അപ്പോൾ ഇത് കഴിക്കാത്തവർ അപൂർവമായിരിക്കൂലേ. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ സമയം 6:30 ആവാൻ സമയത്ത് അമ്മ വിളക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അനുമോളെ മേലെഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല. അത് എന്നോട് ഒന്നും രണ്ടും പറഞ്ഞെന്ന് അങ്ങനെ മേലെഴുകാനൊക്കെ വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളുള്ളൂ പിന്നെയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെയും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ണൻ അങ്ങനെയൊന്നും പറയൂല. പിന്നെ നന്ദും കേട്ടോ അങ്ങനെ പറയാനായിട്ടുമില്ലല്ലോ. പിന്നെ മത്തൻ്റെ ഇല വെക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ പിച്ചിയൊക്കെ തന്ന് അത് കഴുകിയൊക്കെ വാരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെണ്ടയ്ക്കൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത അപ്പം തന്നെ ഞാൻ കുറച്ച് കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടോട് കൂടി തിന്നണത്. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനിലേക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കുരുമുളകും അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മീനിലൊന്ന് മുളക് തിരുമ്പി വെക്കണം. അപ്പം ഇന്ന് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെളിച്ചെണ്ണയിൽ വറക്കാൻ വിചാരിച്ചു. കുറേ ആയില്ല മീൻ കിട്ടിയിട്ട്. അപ്പോൾ വറുത്തത് തിന്നാനാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനായില്ല ഇങ്ങനെ നടക്കണുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ വൈകുന്നേരം ആയാൽ. പിന്നെ പുറത്തേക്കൊന്നും അങ്ങനെ പോകണ ഒരു പരിപാടിയൊന്നും ഏട്ടനില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പോവുള്ളൂ. അപ്പോൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ വീട്ടിൽ. പിന്നെ ഇതാ മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ എല്ലാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഒന്ന് തിരുമ്പി വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം വെക്കണുള്ളൂ. പെട്ടെന്ന് ഇതാണ്ട് അടുക്കളയത്തെ പണി കഴിഞ്ഞിട്ട് വേണം ഒരു 7 മണിയാകുമ്പോഴത്തേന് പണി ഒക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. എന്നാലുള്ള മക്കളപ്പം പഠിപ്പിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പം നന്ദുവിനെ ഇപ്പോൾ പഠിപ്പിക്കൽ പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇതാ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വെക്കണുള്ളൂ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇതാ നമ്മളെ മത്തൻ്റെലേക്ക് കുറച്ച് കാന്താരി അമ്മ പറിച്ചു കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് കാന്താരി കുറവ് വരുന്നതായിരിക്കും. കുറച്ച് പച്ചമുളകും കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കീറിയിടലാണ് സാധാരണ. പക്ഷെ അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ തിന്നുമ്പോൾ അത് കടിച്ചാലോ വിചാരിച്ചിട്ട് ഇപ്പോൾ ചതച്ചിട്ട് കൊടുക്കലാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു മത്തൻ്റെ മുരട് അമ്മ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്മേന്ന് കായൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇല ഇടയ്ക്ക് ഇങ്ങനെ നുള്ളും. ചെറിയൊരു മുരടാണ്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ നുള്ളിക്കൊണ്ടിരും. അപ്പോൾ അത് വെണ്ടയ്ക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിലേ വെക്കണുള്ളൂ. വൈകുന്നേരം കഞ്ഞിയല്ലേ. അപ്പോൾ മക്കൾക്ക് മാത്രമല്ലേ ചോറ്. അപ്പോൾ കഞ്ഞിക്ക് ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും കഞ്ഞിവെള്ളം തിളച്ച് വന്നപ്പോൾ പിന്നെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു. മത്തൻ്റെ ഇലയും ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ല ഇളയ വെണ്ടയ്ക്ക് ആവണം, അപ്പോഴാണ് നല്ല രസം കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതുപോലെ ഇതേപോലെ തന്നെ പൂളയും മത്തൻ്റെ ഇലയും അങ്ങനെയും വെക്കും കേട്ടോ. നല്ല രസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പണ്ടത്തെ കറി കഴിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. പിന്നെ മത്തൻ ഉണ്ടാവണ ആ ഒരു സമയത്താണെങ്കിൽ നല്ല മൂക്കാത്ത മത്തനും ഇലയും വെക്കും കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതൊക്കെ ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനി അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ മീനും കൊണ്ട് വറക്കാൻ വിചാരിച്ചിട്ടെ. അല്ലെങ്കിൽ പിന്നെ അത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റൂല. അവരുടെ അടുത്ത് ചെന്നിരുന്നിട്ടില്ലെങ്കിൽ അവർ പഠിക്കൂല കേട്ടോ. അപ്പോൾ 3 ആളെ കാര്യം വേണം നോക്കാൻ.
അപ്പോൾ ഇപ്പം നന്ദുവിൻ്റെ കാര്യമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കൽ കേട്ടോ. എന്താ വെച്ചാൽ ഓനോട് കുറേ സമയം പറയണം എന്നാലുള്ള ചെയ്യുക. അപ്പം ഞാൻ ഇസ്കി പിസ്കി കുറച്ച് മീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളെ സമർപ്പിക്കാനായിട്ട് ഒരു 2-3 മീൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുപ്പത്ത് വെച്ച് മക്കളൊന്ന് പഠിക്കാനൊക്കെ ഇരുന്നതേന്നു. അപ്പോഴേക്കും കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയപ്പോൾ പിന്നെ ഒരു ടോർച്ച് ഇങ്ങനെ കത്തിച്ച് വെച്ചതാണേ. അപ്പോൾ മീൻ ആദ്യത്തേത് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ മത്തൻ്റെ ഇലയും വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ പഠിക്കുന്നിടത്തുനിന്നൊക്കെ നീച്ച് പോന്നു കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഏത് കിട്ടാൻ നിൽക്കല്ലേ, കറണ്ട് പോയപ്പോൾ വേഗം ഇങ്ങോട്ട് നീച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ വർത്താനമൊക്കെ പറയണം, ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയാം കേട്ടോ. വർത്താനം പിന്നെ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ തീരുമില്ലല്ലോ, അപ്പോൾ ഓരോ വർത്താനങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ അവിടെ വേവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓട് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഏകദേശം അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. പിന്നെ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ മീൻ ചൂടോടുകൂടി തിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മീനിൻ്റെ മണം കേട്ടിട്ട് വേഗം ചോറ് തിന്നണമെന്നുണ്ട്. എന്താ പറയുക, ഒരു മാസത്തിൻ്റെയൊക്കെ അടുത്തായിട്ടുണ്ടാവും എന്നറിയാം മീൻ വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല നുണയലുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഏറെ ഉണക്കലും മുട്ടയും ഒക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണ് കേട്ടോ. അപ്പോൾ അതാ പണികളൊക്കെ തീരാനായപ്പോഴേക്കും 7 മണിയായി. പിന്നെ ഇതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് ചുട്ടെടുക്കുള്ളൂ. അപ്പോൾ എനിക്കും നന്ദുവിനും കൂടിയാണ്. അപ്പം ഞാൻ ഗോതമ്പ് ദോശ തിന്നണ്ടിട്ട് നന്ദുവിനും അതന്നെ മതി കേട്ടോ. അപ്പോൾ പിന്നെ അതാണ്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതിനി തിന്നാൻ സമയത്ത് ചുട്ടെടുക്കുള്ളൂ കേട്ടോ. എന്നാൽ ചൂടോട് കൂടി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ മടിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ വല്ല ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ്. ചോറ് തിന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ എല്ലായിടവും ഒന്ന് തുടച്ചിട്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകി വന്നു കേട്ടോ. അപ്പോഴേക്കും നാത്തൂൻ്റെ കുട്ടീൻ്റെ വന്നിട്ട് ഒന്ന് രാവിലെ വന്നതായിരുന്നു. അപ്പോൾ വൈകുന്നേരം പോവും വേണം. അപ്പോൾ ഓൻ ആദ്യം ചോറ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓൻ ചോറിനുണ്ടപ്പോൾ നന്ദുവിനും മീൻ വേണമെന്ന് പറഞ്ഞിട്ട് നന്ദു അതാ പൂച്ചക്കുട്ടീൻ്റെ മാതിരി മീനൊക്കെ തിന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഓരോരോ വർത്തമാനങ്ങൾ ഇങ്ങനെ നമ്മളെ മീനിൻ്റെ ഇറച്ചീൻ്റെ ഒക്കെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബോട്ടീൻ്റെ ഒക്കെ കാര്യം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സജിമാൻ പറയാ, ഇഷ്ടമല്ലാത്ത മീനിൻ്റെ കാര്യവും ഇറച്ചീൻ്റെ കാര്യവും നിങ്ങൾ പറയില്ലിട്ട് പറഞ്ഞിട്ട് വച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതാണിപ്പോൾ. ഇനിയിപ്പോൾ +1ക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പഠിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർക്ക് രണ്ടാക്കും ഇപ്പം ചോറുമാണ് കേട്ടോ. ഏട്ടൻ ചോറിന് കണ്ടപ്പോൾ ഒരുക്കും വേണം. നന്ദു മീനും തിന്നല്ലേ. അപ്പോൾ നുണഞ്ഞിട്ടാണ് കേട്ടോ, അല്ലാതെ വിശന്നിട്ടല്ല. അപ്പം ഇനി ഒരുക്കും ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും എന്നെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിമ്മ പറയുക, കൊടുക്കണ്ട അമ്മയെ പഠിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് അങ്ങനെ പറയുന്നു. അപ്പോൾ നന്ദുവും പറയുക, കൊടുക്കണ്ട അമ്മ എന്നൊക്കെ എവിടെ ഓയിരുന്ന് തിന്നെയാണ്. പിന്നെ അതാ സച്ചിമ്മ പോയിട്ടോ. അമ്മായിൻ്റെ കുട്ടീൻ്റെ ഒപ്പം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇവർ 3 ആളും തിന്നാൻ കേട്ടോ. നന്ദുവിന് ചോറൊന്നും വേണ്ട. അപ്പോൾ വെറുതെ മീൻ തിന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചോറ് തിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് തിന്നാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാക്കി. പിന്നെ ഇതാ നന്ദുവിനെ കൈയൊക്കെ പിടിച്ച് എഴുതിക്കുകയാണ് കേട്ടോ. അപ്പോൾ എയും ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും ഒക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റാ നാ താ അതൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എളുപ്പമുള്ള വാക്കുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ പിടിച്ചിട്ട് തന്നെ എന്താ പറയുക, സോപ്പിട്ട് വേണം എഴുതിക്കാൻ. ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ. കൈ വേദനിക്കുകയാണ്, കൈ കുഴങ്ങുകയാണ്, അങ്ങനെയൊക്കെ പറയുകയാണ്. പിന്നെ എന്താ പറയുക, സ്കൂളിൽ നിന്ന് ഒരു സ്റ്റാറും ഒരു ശരിയും ഒരു ഗുഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ. പിന്നെ എനിക്ക് കളർ കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കൈ പിടിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. കുറച്ച് നേരം കൈ പിടിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്നൊക്കെ പറയും കേട്ടോ. എല്ലാം പഠിച്ച മാതിരി ഇങ്ങോട്ട് പറയും. പിന്നെ അതാ കുറച്ച് സമയമൊക്കെ ഒറ്റയ്ക്കും ചെയ്തു. അപ്പോൾ അതൊക്കെ കണ്ട് ഏട്ടനും അമ്മയൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഓൻ്റെതൊക്കെ കണ്ടിട്ട് ഭയങ്കര പണിയാണ് കേട്ടോ കൈ പിടിച്ച് എഴുതിക്കൽ. എന്തൊക്കെയാണ് കാട്ടേണ്ടത് എനിക്കറിയില്ല. അനുമോളും കണ്ണനും ഒക്കെ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 8:45 ചോറ് വിളമ്പാനായിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് ഇതാ കുറേ ABCDയും പൂച്ചക്കുട്ടിയും അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഒരു പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ABCD ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമില്ലെങ്കിൽ കുഞ്ഞിയപ്പം. അപ്പോൾ ഓല കുട്ടികളിക്ക് അങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്കും 2 ദോശ ഉണ്ടാക്കി. പിന്നെ അമ്മതാ ഒരുക്കൊക്കെ കഞ്ഞി വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് മീനും ദോശയും മാത്രം മതി പറഞ്ഞിട്ട് അങ്ങനെ അവൻ കൊണ്ട് സെറ്റ് ചെയ്യിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവൻ്റെ അടുത്ത് പോയിരിക്കണം. പിന്നെ അച്ഛനും ഏട്ടനൊക്കെ കഞ്ഞി വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛന് ഉച്ചക്കേത്ത ചക്കക്കുരും കൈപ്പങ്ങി ഉപ്പേരി മീനും കൊടുത്തു. ഏട്ടനാണെങ്കിൽ ചക്കക്കുരും കൈപ്പങ്ങി ഇഷ്ടമല്ല. അപ്പോൾ ഉപ്പേരിയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഞാൻ വഴുതനങ്ങി ഉള്ളി ഉപ്പേരി വെച്ചിരുന്നു. അപ്പോൾ അതും കൊടുത്തു. അപ്പോൾ എങ്ങനെ എല്ലാവരും ചോറിനലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. കഞ്ഞുടിയൊക്കെ കഴിഞ്ഞു. പിന്നെതാ ഞാനും അമ്മയും കൂടിയും പാത്രം കഴുകാൻ നിന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടാണ്ട് കഴുകുമ്പോഴേക്കും അമ്മ എടുത്തേക്കാനുള്ളതൊക്കെ ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ എടുത്തേക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടി തരും കേട്ടോ അമ്മ. പിന്നെ അവിടെയൊക്കെ തുടയ്ക്കാനുള്ളിടത്തൊക്കെ തുടച്ച് തരും. പിന്നെ അടിച്ചു വരി തരും.
പിന്നെ മോട്ടറൊന്നിടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും കേട്ടോ. കഴുകൽ മാത്രം അതിന് ഞാനവിടെ നിൽക്കും. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിക്കാണ്ടെങ്കിൽ അതൊക്കെ അമ്മ കൊണ്ടുപോയി ഒഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടിയും എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങനെ ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ വയ്യാത്തൊരു ദിവസമൊക്കെ ഉണ്ടാവും അമ്മ ചോറുന്നാൽ വേഗം അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ കൂടിത്തരലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരുമയോട് കൂടി ചെയ്യുമ്പോൾ എല്ലാ പണികളും വേഗം തീരുകയും ചെയ്യും. ഒരാൾക്കായിട്ടൊരു ഭാരം ഉണ്ടാവില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാതെ നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ച് വരാൻ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. കഴുകിയിട്ടാണ് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണ്. ചില ദിവസമൊക്കെ അമ്മ പറയലുണ്ടായിരുന്നു കേട്ടോ, വയ്യെങ്കിലൊക്കെ കഴുകാതെ കിടന്നുള്ള രാവിലെ നമുക്ക് കഴുകാന്നൊക്കെ പറയും. പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് നീച്ച് വരുമ്പോൾ ആകെ കൂടെ ഒരു പ്രാന്താവട്ടെ ഈ സിങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ കിടക്കണുണ്ടാൽ. അപ്പോൾ ഒക്കെ കഴുകിയിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ട് കിടന്നാലൊരു സുഖമാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഈ പൈപ്പും സിങ്കും ആ ഒരു എന്താ പറയുക ചുമരും കൂടി ഒന്ന് കഴുകിയിടും കേട്ടോ. അവിടേക്ക് നന്നായിട്ട് തെറിക്കും. പ്ലെയിൻ അല്ല കേട്ടോ, ഒരു കുത്തു പോലെയാണ് ആ ഒരു ടൈല്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും കരിയും സോപ്പിൻ്റെ ഇതൊക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ അത് ദിവസം ഒന്ന് കഴുകിയിട്ടില്ലെങ്കിൽ അത് അവിടെ പിടിക്കുള്ളൂ. പിന്നെ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സിങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കും കേട്ടോ. ആദ്യമൊക്കെ തിളച്ച വെള്ളം ഒഴിച്ചിരുന്നു, ഇപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കും. അപ്പം അങ്ങനെ പാത്രം കഴുകലും കഞ്ഞി കുടിക്കലും ചോറിനലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴേക്ക് 9:30 9:45 ആകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വെള്ളം അടിച്ചും വെക്കും. ഇനിയിപ്പോൾ രാവിലെ എങ്ങാനും കറണ്ട് ഇല്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പണിയാണ്ട് ഒരുക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്